തെണ്ട്. ഇതാണ് തെണ്ട് വഴിപാട്. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എനിക്കിത് കിട്ടി. ഇത് നല്ല സ്വാദുള്ള ഒരു നിവേദ്യമാണ് കേട്ടോ. പല അമ്പലങ്ങളിലും തെണ്ട് നിവേദ്യം ഉണ്ട്. സവിശേഷമായ ചടങ്ങുകളും വഴിപാടുകളും ഉള്ള ഒരു ക്ഷേത്രമാണ് എറണാകുളത്തെ വടക്കൻ പറവൂരിൽ നന്ദ്യാട്ടുകുന്നം ഗ്രാമത്തിലെ കാളികുളങ്ങര. ദേവിയെ സേവിച്ച ഒരു ഭക്തന്റെ കൈവശമുണ്ടായിരുന്ന ഭദ്രകാളി സാന്നിധ്യമുള്ള ശില ഇവിടെ കുളത്തിൽ കുടിയിരുത്തി എന്നാണ് വിശ്വാസം. കുളക്കരയിൽ ദേവീ സാന്നിധ്യം ഉള്ളതിനാലാണ് കാളികുളങ്ങര എന്നറിയപ്പെടുന്നത്. ആദ്യകാലത്തെ ഇതൊരു കാവായിരുന്നു. കാളികുളങ്ങര മുത്തി എന്ന് ദേവിയെ ഭക്തർ വിളിക്കുന്നു. ധനുമാസത്തിലാണ് ഇവിടെ കൊടിയേറ്റ്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പൊങ്കാലയും തെണ്ടും സമർപ്പിക്കലാണ്. ഇത് തെണ്ടാണ്, കണ്ടോ. നമ്മുടെ കവുങ്ങിൻ്റെ പാളയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക വഴിപാടാണ് തെണ്ട് നിവേദ്യം. ഇത് സ്ത്രീകൾ തീ കത്തിച്ച് അവിടെ തന്നെ അരിപ്പൊടി, ശർക്കര, തേങ്ങ, ചുക്ക്, ഏലക്ക, എള്ള് എന്നിവ വെള്ളമൊഴിച്ച് കുഴച്ച് കവുങ്ങിൻ പാളയിൽ കെട്ടിവെച്ച് മണ്ണിനടിയിൽ കുഴിച്ചിട്ട് അതിനു മുകളിൽ കനലുകൾ ഇട്ടാണ് നിവേദ്യം ചുട്ടെടുക്കുന്നത്. ഇത് കണ്ടോ, പാളയിൽ ചുരുട്ടി ഇതുപോലെ കോർത്ത് കെട്ടി അതിൻ്റെ മീതെ കനലുകൾ ഇട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഉള്ളിൽ ആ കനലിൻ്റെ ചൂടിൽ ഉള്ളിലുള്ള ആ ഒരു മാവ് വെന്ത് ഇതുപോലെ രൂപത്തിലായി കിട്ടും. ഇതാണ് ശരിക്കും നിവേദ്യത്തിന് റെഡിയായ തെണ്ട്. പല ക്ഷേത്രങ്ങളിലും ഇതുണ്ടെങ്കിലും പ്രസിദ്ധമായ കാളികുളങ്ങരയിലാണ് തെണ്ട് നിവേദ്യം സാധാരണ അറിയപ്പെടുന്നത്.